ഹലോ, നമസ്കാരം. ഞാനിന്നുള്ളത് തൊടുപുഴയിലാണ്, എൻ്റെ വീട്ടിലാണ്. കണ്ടോ, ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലൂടെ പോകുന്ന പുഴ കണ്ടോ? ഇവിടെ എൻ്റെ അച്ഛൻ്റെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ, താഴെ വാഴ ഒക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഏത് കണ്ടോ, വാഴയിൽ കുലച്ചിപ്പുണ്ട്. കണ്ടോ, ഇതാണ് തൊടുപുഴയാറ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഒഴുകുന്നത്. ഇതാണ് വീട് ഫ്രണ്ടിൽ. ഇത് വഴിയുടെ സൈഡിൽ നിൽക്കുന്ന മുല്ലയാണ്, നല്ല കട്ട മുല്ല. എനിക്ക് തോന്നുന്നു ഇതിനാന്ന് തോന്നുന്നു അറേബ്യൻ ജാസ്മിൻ എന്നൊക്കെ പേര്. നല്ല മണം കേട്ടോ. ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴേ മണം. കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് കുറേയൊക്കെ പോയിട്ടോ പൂവ് നിറച്ചുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ നിറച്ചുണ്ടായിരുന്നേ. അപ്പോൾ മക്കൾക്ക് സ്കൂൾ അടച്ചുകൊണ്ട് ഞാൻ വന്ന കേട്ടോ. എനിക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്കൂൾ അവധി കിട്ടിയാലും ഞാൻ ഇടയ്ക്ക് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കും. ഞാൻ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാമല്ലോ. വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു ഗുണം അതാട്ടോ. ഇവിടെയുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് കമ്പ് കൊണ്ടുവന്ന് നട്ടെങ്കിലും പിടിച്ചില്ല കേട്ടോ. ഇനി ഒന്നുകൂടെ ശ്രമിച്ച് നോക്കണം. മഴയൊക്കെ വരുമ്പോൾ ഇതിലും ഉണ്ടായിരുന്നു, നിറച്ചുണ്ടായിരുന്നു. ഈ ഏരിയയിലോട്ട് വരുമ്പോഴേ മണമായിരുന്നു. കണ്ടോ, നല്ല തെളിഞ്ഞ നല്ല വെള്ളം കണ്ടോ. തൊടുപുഴ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ എങ്ങനെയായിരുന്നു അക്കരയ്ക്ക് പോണേന്ന് വെച്ചാൽ കുറച്ച് കെട്ടിയേക്കണുണ്ട്. അതിനൊക്കെ കുറച്ചുകൂടെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു കമ്പിപ്പാലം ഉണ്ടായിരുന്നു. നമ്മൾ സിനിമകളിലൊക്കെ ഷൂട്ട് ചെയ്തിരുന്ന കമ്പിപ്പാലം ഒത്തിരി സിനിമകളിലുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആദ്യം ഞങ്ങളുടെ ഇവിടെ ഷൂട്ടിങ് എൻ്റെ ഓർമ്മയിലുള്ളത് ഒരു നെപ്പോളിയൻ്റെ നടി സംഗീതമൊക്കെ ഉള്ള ഏതോ ഒരു മൂവി ഇവിടെ ഷൂട്ട് ചെയ്തായിരുന്നു കേട്ടോ. അന്നാണ് കമ്പിപ്പാലത്തിൽ ഫസ്റ്റ് ഷൂട്ടിംഗ് നടന്നതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കുറേ സിനിമകളുണ്ടായി. രസതന്ത്രം, മോഹൻലാലും മീര ജാസ്മിനും, പിന്നെ ആണെങ്കിൽ അങ്ങനെ കമ്പിപ്പാലം ഫേമസ് ആയി. പിന്നെ നമ്മുടെ അല്ലു അർജുൻ്റെ ഒരു തെലുങ്ക് മൂവി ഉണ്ട്, ഹാപ്പിയോ ബണ്ണി ഏതോ ഒരെണ്ണം. അതിൽ പിന്നെ സൂര്യ കുഞ്ഞിക്കൂനനായിട്ട് വന്നപ്പോൾ അങ്ങനെ കുറേ മൂവീസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരിടയ്ക്ക്. പക്ഷേ 2018 ഫ്ലഡിലുണ്ടല്ലോ നമ്മുടെ കമ്പിപ്പാലം ഒരു വലിയ മരം ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ട് അടിച്ച് വന്ന ആ പാലം അങ്ങ് തകർന്നു പോയി. പിന്നെ ഇതുവരെ പാലം വെച്ചിട്ടില്ല. കുറേ നാൾ വള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ വള്ളവും ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ റോഡിലോട്ട് കിടക്കുമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് 1 കിലോമീറ്ററും കൂടെ, ഇപ്പോൾ ഇവിടുന്ന് ടൗണിലേക്ക് 3 കിലോമീറ്ററാണ്. ഈ പാലം കടന്ന് നമ്മൾ അക്കരെ എത്തിപ്പോയാൽ എപ്പോഴും ബസ്സാണ്. എപ്പോഴും പോകുന്ന ഇതുണ്ട്. മൂലമറ്റം റോഡാണ് കാണുന്നത്, അക്കരെ കാണുന്നത്. ബസ്സുണ്ടാവും. അപ്പോൾ പാലം കടന്നു പോയാൽ എപ്പോഴും തൊടുപുഴയ്ക്ക് 3 കിലോമീറ്ററേ ഉള്ളൂ ബസ്സിൽ കയറിപ്പോയാൽ. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാഞ്ഞിരമറ്റം വഴി പോവാം കേട്ടോ. അങ്ങനെ 9 കിലോമീറ്റർ കൂടെ എക്സ്ട്രാ വരും. 4 കിലോമീറ്റേഴ്സ് കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെ. ആദ്യമായിട്ട് കായ്ച്ച മൂവാണ്ടൻ മാങ്ങയാണേ. ഇവിടെ ഒരു മാവിൻ്റെ കമ്പച്ചൻ കെട്ടി വെച്ചേക്കോട്ടെ. ഇങ്ങനെ താന്ന് പോയപ്പോൾ ഈ വർഷം ആദ്യമായിട്ട് കുറേ മാങ്ങയുണ്ടായി. ഇവിടെ ഇങ്ങനെ പറമ്പിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെടികളുണ്ടാവും കേട്ടോ. മുമ്പൊക്കെ അമ്മ നന്നായിട്ട് ഒത്തിരി ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചായിരുന്നു. ഇപ്പോൾ പിന്നെ അമ്മയ്ക്കും പ്രായമൊക്കെ ആയി വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേയൊക്കെ ഉണ്ട്, അമ്മ സൂക്ഷിക്കുന്നുണ്ട്. കുറേയൊക്കെ എനിക്ക് തന്നു വിട്ടു കേട്ടോ. ഉണ്ട് സപ്പോട്ട. ഇതിലെപ്പോഴും കായ ഉണ്ടാവും കേട്ടോ, നിറയെ ഉണ്ടാവും. ഞങ്ങളെപ്പോൾ വരുമ്പോഴും കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ അമ്മ പറിച്ച് വെച്ചിരിക്കും. ഇപ്പോൾ പിന്നെ വീണ്ടും പൂ വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളുണ്ട് കേട്ടോ. പേര, വാഴ. ഇവിടെ നിറയെ കപ്പയായിരുന്നേ. കപ്പയെല്ലാം പറിച്ചിട്ട് അടുത്ത ട്രിപ്പ് കപ്പ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ. ഞങ്ങളുടെ ഒരു വാടകയ്ക്ക് കൊടുക്കുന്ന വീടാട്ടോ. അവിടെ മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ പല ടൈപ്പിലെ ചെമ്പരത്തികളുണ്ടായിരുന്നു കേട്ടോ മുമ്പ്. ഇപ്പോൾ കുറേയൊക്കെ പോയി. നമ്മുടെ നാടൻ ചെമ്പരത്തി. അച്ഛൻ കണ്ടോ ഇഞ്ചി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഗ്രോ ബാഗിൽ.
മുളകുകളൊക്കെ പല ടൈപ്പിലുണ്ട് കേട്ടോ ഇവിടെ. ഇത് നമ്മുടെ ബെറാപ്പിളിൻ്റെ മരമാണേ. ആദ്യം കുറച്ചൊക്കെ ഉണ്ടായി, പിന്നെ ഇപ്പോൾ ഉണ്ടാവുന്നില്ല. വെള്ള മന്ദാരമുണ്ട്. നമ്മുടെ മുറ്റത്ത് കണ്ടോ ഇങ്ങനെ ഉരുളൻകല്ലുകളാണേ. വശത്തൊരു ചാമ്പയുണ്ട്. ഇത് കണ്ടോ, പ്ലാവ്, ജാതി, മാവ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഏലം. ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള ചെമ്പരത്തിപ്പൂണ്ടേ, ലൈറ്റ് പിങ്ക്, പിങ്ക് ചെത്തിപ്പൂവ്. അതിനിടയ്ക്ക് കൃഷി സാധനങ്ങളുണ്ട്. കണ്ടോ, തക്കാളി, വഴുതനയൊക്കെ ഉണ്ട്. പല ടൈപ്പിലെ മുളകുകൾ. വേറൊരു മുളക്. ഇനി ഇവിടെ ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ക്യാബേജ് നമ്മ പറിച്ച് തോരൻ വെച്ച്. ഇത് വേറൊരെണ്ണം കണ്ടോ, ചെറുതാണേ സൈസ്. കണ്ടോ, മത്തങ്ങ പോലത്തെ മുളക്. ഞാൻ ഇവിടെ നിന്നെല്ലാം കൊണ്ടുപോകും. അവിടെ ചെന്ന് ഞാൻ പിടിപ്പിക്കാൻ നോക്കും. കുറേയൊക്കെ പിടിക്കും, കുറച്ചൊന്നും പിടിക്കത്തില്ല. പിന്നെ റംബൂട്ടാനൊക്കെ പൂത്തിട്ടുണ്ട്. കായായിട്ടില്ല, പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ നാട് തൊടുപുഴ, നല്ല നാട്ടിൻ പ്രദേശം. തൊടുപുഴ ആറുണ്ട്. നമ്മൾ ഫ്ലഡ് വന്നെങ്കിൽ നമ്മുടെ പറമ്പിലോട്ട് കയറത്തില്ല കേട്ടോ. അതായത് ഇത് മലങ്കര ഡാമിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് ഡാമിലെ ഫുൾ ഷട്ടർ തുറന്ന് വിട്ടാൽ എത്ര മാക്സിമം വെള്ളം വരും അത്രേ ഈ പുഴയിൽ കൂടെ പോകത്തുള്ളൂ. അപ്പോൾ ഫുൾ ഷട്ടർ തുറന്ന് വിട്ടാലും നമ്മുടെ ഈ കോമ്പൗണ്ടിൽ കയറത്തില്ല, താഴെ നിൽക്കത്തുള്ളൂ. പക്ഷേ ഇത്തിരി താഴ്ന്ന പ്രദേശത്തെ വഴികളൊക്കെ ഒന്ന് ഇതാകും കേട്ടോ, വെള്ളം കയറും. ഈ താഴത്തെ വഴിയൊക്കെ നടപ്പാതയുണ്ട് കേട്ടോ താഴെ, അതൊക്കെ വെള്ളം കയറും. പക്ഷെ നമ്മുടെ കോമ്പൗണ്ടിൽ കയറത്തില്ല. ഇവിടെ ഒരു വാഴ കുലച്ചിപ്പുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, അക്കരെ റോഡ്.